ഈ ശ്രീ റെജി ലൂക്കോസ്, ഇന്ന് നമ്മൾ കണ്ട രണ്ട് കാഴ്ചകൾ. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനത്ത് ചെന്ന് ഉണ്ണിയേശുവിനെ വന്ദിക്കുന്ന ഒരു ചിത്രം. അതോടൊപ്പം തന്നെ ഇന്ന് പത്രങ്ങളിൽ കണ്ട മറ്റൊരു ചിത്രമാണ് പാലക്കാട്ടെ നല്ലേപ്പള്ളിയിലെയും അതോടൊപ്പം തന്നെ തത്തമംഗലത്തെയും പുൽക്കൂടുകൾ അടിച്ച് തകർത്ത ചിത്രവും കൂടി. ഈ കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് തലേന്ന് വീടുകളിൽ കേക്കും വീഞ്ഞുമായി എത്തിയ BJP നേതാക്കൾ ഇത്തവണയും ആ തന്ത്രം തന്നെയായിരുന്നു പയറ്റാനിരുന്നതും. ഇവിടെ ഇന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ്റെ ഒരു വിമർശനം കൂടി വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ വന്നിക്കുന്നു, ഇവിടെ പുൽക്കൂടുകൾ കത്തിക്കുന്നു. എന്താണ് ഇവരുടെ ന്യായം? മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ എന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞതുകൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ശ്രീ റെജി ലൂക്കോസ്. ഷിജു, കൈരളി കുടുംബത്തിനും മുഴുവൻ മലയാളി സഹോദരങ്ങൾക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാം. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് അവിടെ എത്തുകയും അവിടുത്തെ കത്തീഡ്രൽ പള്ളിയിൽ അദ്ദേഹം ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കുകയും അവിടെ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. അതേ പ്രധാനമന്ത്രി കഴിഞ്ഞ 2 വർഷക്കാലം ആയി മണിപ്പൂരിൽ വേട്ടയാടപ്പെടുന്ന കുക്കി ക്രിസ്ത്യൻ സമൂഹത്തിന് നടക്കുന്ന നരഹത്യക്കും വംശഹത്യക്കും എതിരെ ഒരു അക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. അതായത് ആകപ്പാടെ 36 സെക്കൻഡാണ് ഈ 2 വർഷങ്ങളെ പ്രതികരിച്ചത്. സോവിയറ്റ് യൂണിയനും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള 3 വർഷക്കാലത്ത് നീണ്ട യുദ്ധം പരിഹരിക്കാൻ ഈ 2 രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി ഇന്നലെ അവിടെ വെച്ചൊരു വാക്ക് പറഞ്ഞു. അതാണ് നമ്മളെ ഏറ്റവും കൂടുതലും അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് ജർമ്മനിയിൽ നടക്കുന്ന ഇപ്പോൾ ക്രിസ്മസ് കാലത്ത് നടക്കുന്ന ക്രിസ്ത്യൻ വേട്ടയ്ക്കെതിരെയും ശ്രീലങ്കയിലെ പള്ളി കത്തിച്ചതിനെതിരെയും അദ്ദേഹം വളരെ ഉത്കണ്ഠ രേഖപ്പെടുത്തി. എന്നാൽ ഇതേ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂരിലെ മിക്കവാറും എല്ലാ ക്രിസ്ത്യൻ ദേവാലയങ്ങളും കത്തി നശിപ്പിച്ചിട്ടും ഒരക്ഷരം പോലും ഉരിയാടാതെ കൊണ്ട് അവിടുത്തെ ക്രമസമാധാനം അല്ലെ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല? 65,000 ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട കുക്കി വംശര് ഇപ്പോഴും നരകയാതന അനുഭവിച്ചുകൊണ്ട് കാട്ടിൽ ജീവിക്കുകയാണ്. ഇതേ പ്രധാനമന്ത്രി അറിയുന്നില്ലേ ഇന്ത്യയിൽ ഉടനീളം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടക്കുന്ന വേട്ടയാടലുകൾ? ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, അവിടെ ഭരിക്കുന്ന BJP ആണ്. കഴിഞ്ഞ വർഷം മധ്യപ്രദേശിലെ വിദ്യാർത്ഥികളോട് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ലെന്നും പാപ്പായുടെയും ക്രിസ്മസ് പാപ്പായുടെ വേഷം പോലും ധരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. ഇതേ കാലയളവിൽ തന്നെ തെലങ്കാനയിൽ അന്ന് BJP അന്ന് അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ അന്ന് ഭരിച്ചത് കോൺഗ്രസ് അല്ല, നമുക്കറിയാം, ഇവരുടെ ഒരു ഘടകകക്ഷിയാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ അതായത് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളും പുരോഹിതന്മാരും നടത്തുന്ന ഒരു സ്കൂളിൽ കയറി അവരെ ഭീഷണിപ്പെടുത്തി അവരെ അവിടെ ഇറക്കി വിട്ടു. ഇതേ BJP നമ്മളെ ഞടുക്കിക്കൊണ്ട്, അതായത് ഇന്ത്യയിൽ ക്രിസ്തു പറഞ്ഞ ഒരു വാചകം കൃത്യമായി പാലിക്കുന്ന ഒരു ജനതയുണ്ട് കേരളത്തിലുള്ള. അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ് ഐക്യരാഷ്ട്രസഭ ഏറ്റവും നല്ല മെസ്സേജ് ആയിട്ട് എടുത്തിരിക്കുന്നത്, അംഗീകരിച്ചിരിക്കുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ച് കേരളത്തിൽ പരസ്പരം ഇടപഴകി ജീവിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ ഉത്തരേന്ത്യയിൽ മാതൃകയിൽ സ്റ്റാൻസ്വാമിയെ ചങ്ങലക്കിട്ട് കൊന്ന ഉത്തരേന്ത്യയിൽ മാതൃകയിൽ അതുപോലെ ഗ്രഹാം സ്റ്റൈൻസിലെ കുട്ടികളെ ചുട്ടുകരിച്ച ഉത്തരേന്ത്യയിൽ മാതൃക കേരളത്തിലേക്ക് അവർ ഇറക്കിയിരിക്കുന്നു. അതായത് തത്തമംഗലത്തും നെല്ലിയപ്പള്ളിയിലെ സ്കൂളിലെ കുട്ടികൾ ആ ക്രിസ്മസ് ആഘോഷത്തിന് അവരുടെ അധ്യാപകരോടൊപ്പം ആ കോമ്പൗണ്ടിനുള്ളിൽ ആഘോഷിച്ചപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികൾ അവർ BJP പ്രവർത്തകരോടെയാണ് തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. അവർ ആ സ്കൂളിൽ കയറി കുട്ടികളെയും അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞ വാചകമാണ് ഏറ്റവും കൂടുതൽ കേരളത്തെ രഞ്ജിപ്പിക്കുന്നത്. എന്താണ്? കുട്ടികൾ ക്രിസ്മസ് ഇറങ്ങിയതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് എന്താ അവകാശമുള്ളത്? ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി നബിദിന ആഘോഷങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങള് റോഡിലല്ലേ നടക്കുന്നത്? നബിദിനാഘോഷം ശ്രീകൃഷ്ണ ജയന്തിയിൽ അവിടെ പങ്കെടുക്കുന്നത് ഈ മുസ്ലിം കുട്ടികൾ ഹൈന്ദവ അല്ലെങ്കിൽ കുട്ടികൾ മാത്രമാണോ? അവിടെ കോഴിക്കോട് നിന്നുള്ള വാർത്തകൾ എല്ലാ വർഷവും കേൾക്കുന്നില്ല. അവിടെ മുസ്ലിം കുട്ടികൾ പോലും ശ്രീകൃഷ്ണന്റെ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നാട്ടിൽ ക്രിസ്ത്യൻ ഏറ്റവും കൂടുതൽ സൗഹാർദ്ദത്തോടെ ലോകം ആഘോഷിക്കുന്ന എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്ന ക്രിസ്മസിന്റെ ഒരു ചെറിയ ആഘോഷം റോഡിലിറങ്ങി എന്ന് അവർ ആരോപിച്ചാൽ പോലും അവരതിനെ വെല്ലുവിളിക്കുകയും തടയുകയും ചെയ്യുന്നത് കേരളത്തിലേക്ക് അവർ ഈ പറയുന്ന വിദ്വേഷത്തിന്റെ, അതുപോലെ തന്നെ മതവിദ്വേഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിദ്വേഷ സന്ദേശം അവര് കേരളത്തിൽ ഇറക്കിയിരിക്കുന്നു. തത്തമംഗലത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഇരുമ്പഴിക്കുള്ളിൽ വെച്ചിരുന്ന പുൽക്കൂട്
ആ മതിൽ ചാടിക്കിടന്ന് ഇവർ തകർത്തിരിക്കുന്നു. മറ്റൊന്ന് പേരോട് ഷിജു പറയാത്തൊരു കാര്യമൂടെ ഞാൻ പറയാം. മുതുകുളം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയില് 2-3 പേർ ക്രിസ്മസ് ആഘോഷമായിട്ട് തെരുവിലിറങ്ങിയപ്പോൾ അവിടെ RSSന്റെ ഔദ്യോഗിക ഭാരവാഹി, താലൂക്ക് ഭാരവാഹി അവരെ വെല്ലുവിളിച്ചു. ഇനി ഇത് ആവർത്തിക്കരുത്, ആവർത്തിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാണെന്ന് പറഞ്ഞത്. ഇതേ BJP ആണ് കഴിഞ്ഞ കുറെ 2-3 വർഷങ്ങളായിട്ട് വർഗീയതയുടെയും വിദ്വേഷത്തിന്റെ പ്രചാരകരായി മാറിയിട്ട് പോലും കേരളത്തിൽ വേരുറപ്പിക്കാതെ വന്നപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് തോളത്ത്, ഈ രാജ്യം മുഴുവൻ ക്രിസ്ത്യൻസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ തോളത്ത് കൈയിട്ട് ചില ബിഷപ്പ് ഹൗസുകളിൽ ക്രിസ്ത്യന്റെ വീടുകളിലും പോയി കേക്ക് കൊടുത്ത് അവർ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതും ഇപ്പോഴും മുനമ്പത്ത് നടക്കുന്ന സമരത്തിൽ നുഴഞ്ഞു കയറി തങ്ങളാണ് രക്ഷകരെന്നുള്ള നാട്യം കാണിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനെ തങ്ങളുടെ വലയിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ അവരിവിടെ ഈ പറഞ്ഞ തത്തമംഗലത്തും നെല്ലിയപ്പള്ളിയിലും ഇവിടെ നമ്മുടെ മുതുകുളത്തും നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ വിദ്വേഷ പ്രവർത്തനങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും ഇതിനെ എങ്ങനെയാണ് ഇവർക്ക് ന്യായീകരിക്കാൻ കഴിയുക? അതാണ് കേരളം തിരിച്ചറിയേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരുടെ ആ സന്ദർശനത്തെ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയത്തില്ല. CBC എന്ന് പറയുന്ന ഇന്ത്യയിലെ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ആസ്ഥാനം, അല്ലെങ്കിൽ ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയായ അതിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട താഴത്തെ പിതാവാണ്. അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വരികയും അദ്ദേഹം പ്രസംഗിക്കുകയും മതസൗഹാർദ്ദവും അല്ലെങ്കിൽ ക്രിസ്മസ് സന്ദേശം കൊടുത്തിരുന്ന ആരും തെറ്റു പറയുന്നില്ല. പക്ഷെ അത് പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിന്റെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും ഏറ്റവും വലിയ സഹിഷ്ണുതയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വിളിച്ചു വരുത്തിയത്, അദ്ദേഹത്തിനെ ആദരിച്ചത്. അതാണ് ഈ സമൂഹം ഈ നാടിനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. അവിടാണ് ഞാൻ നേരത്തെ ഒരു മെസ്സേജ് പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷെ അതിനൊരു തരിമ്പ് പ്രാധാന്യം കൽപ്പിക്കാതെ കൊണ്ട് ഇന്ത്യൻ മന്ത്രി പോലും ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ വേട്ടയാടുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഒരു 10 സെക്കൻഡ് ഞാൻ പറയാം. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ മുമ്പില്, അതായത് നമ്മുടെ എന്താ പറയാ, ബ്രിട്ടീഷ് രാജകുമാരിയുടെ പേരിലുള്ള ആ സ്ക്വയറിൽ അവിടുത്തെ ഫെൻസിംഗിൽ മുഴുവനും പതിച്ചിരിക്കുന്ന ഫ്ലെക്സുകൾ മുഴുവനും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന അട്രോസിറ്റികളായിരുന്നു. വേറെ ഒരു ഫ്ലെക്സ് വരെ അവിടെ കാണാനില്ലായിരുന്നു. ഞാനത് ഫേസ്ബുക്കിൽ പലതവണ ഇട്ടിട്ടുണ്ട്. അതായത് രാജ്യാന്തര തലത്തിൽ പോലും ഈ രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് വേട്ടയാടുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഛത്തീസ്ഗഡിലെയും അതുപോലെ തന്നെ തെലങ്കാനയിലെയും മധ്യപ്രദേശിലെയും അതുപോലെ തന്നെ മണിപ്പൂരിലെയും ക്രിസ്ത്യൻ വേട്ടയ്ക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ കണ്ട് തങ്ങളുടെ നാട്ടിലെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ, മൗനം, അത് ഇരട്ടത്താപ്പാണെന്ന് വിമർശിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇപ്പൊ കേരളത്തിലേക്ക് ശ്രീ റെജി ലൂക്കോസ്,